സെൻട്രൽ സ്റ്റേഡിയമാണ് പ്രധാന കലോത്സവ വേദി. ഭരണസിരാ കേന്ദ്രത്തിന്റെ തൊട്ടടുത്ത് സ്വാഭാവികമായും കൃത്യവും സുരക്ഷിതവുമായ വാഹന നിയന്ത്രണമുണ്ടാകും. ഉദ്ഘാടന ദിവസം ഏതാണ്ട് 250ഓളം ബസ്സുകൾ നഗരത്തിലെത്താൻ സാധ്യതയുണ്ട്. 100ഓളം മറ്റു വാഹനങ്ങളും സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തിയേക്കും. പാർക്കിംഗ് സൗകര്യം മുൻകൂട്ടി പ്രസിദ്ധപ്പെടുത്തിയിരിക്കും. എല്ലാ വേദികളിലും ആരോഗ്യവകുപ്പിന്റെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഉണ്ടാകും. ആംബുലൻസ് ഉൾപ്പെടെയുള്ളവയുടെ സേവനവും ഒരുക്കും. ആയിരത്തി 300ഓളം വോളണ്ടിയർമാർ ഓരോ ദിവസവും സേവനത്തിനായി കലോത്സവ നഗരിയിൽ എത്തുന്നുണ്ട്. പോലീസും ആരോഗ്യവകുപ്പും ഗ്രീൻ പ്രോട്ടോകോൾ, വെൽഫെയർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഇവർക്ക് ആവശ്യമായ പരിശീലനം നൽകും. ഭക്ഷണപ്പുര സ്ഥാപിച്ചിരിക്കുന്നത് കിഴക്കേക്കോട്ടയിലെ പുത്തരിക്കണ്ടം മൈതാനത്താണ്. കിഴക്കേക്കോട്ടയിലെ ഗതാഗത കുരുക്ക് കണക്കിലെടുത്ത് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കും. KSRTC ഡ്രൈവർമാർക്കും പ്രൈവറ്റ് ബസ് ഡ്രൈവർമാർക്കും കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകും. 25 വേദികൾ, 25 താമസ സ്ഥലങ്ങൾ. പെൺകുട്ടികൾക്കായുള്ള താമസ സ്ഥലങ്ങളിൽ പിങ്ക് പോലീസ് പെട്രോളിംഗ് ഏർപ്പെടുത്തും. മത്സരം കാണാനെത്തുന്ന കുട്ടികൾ കൂട്ടം തെറ്റി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാൻ സാധ്യതയുള്ളതിനാൽ ബീച്ചുകളിൽ ഉൾപ്പെടെ പോലീസിന്റെ പ്രത്യേക നിരീക്ഷണമുണ്ടാകും. മയക്കുമരുന്നിനെതിരായ നടപടികളും കൂടുതൽ കർശനമാക്കും. രതീഷിനൊപ്പം TS ഹരികൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.